ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി ഒരു 38-കാരന്റെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മെസ്സി ആട്ടം ഇന്ത ആട്ടം പോതുമായി നോക്കഞ്ചോ വേണുമാ. വിമർശകരുടെ വായടപ്പിക്കുന്ന, എന്താ പറയാ, വായടപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഇന്നലെ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിന്റെ മിശിഹ ചങ്ങായി പുറത്തെടുത്തിരിക്കുന്നത്. ലോകകപ്പില് തന്റെ 38-ാം വയസ്സിൽ ഒരു ഹാട്രിക് നേടിയിരിക്കുകയാണ്. അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ 3-0 വിജയം, ഗംഭീര വിജയത്തിനാണ് അർജന്റീന തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരുപിടി റെക്കോർഡുകൾ ഈ പ്രായത്തിലും, അതും എമ്മാതിരി ഗോളുകൾ. വിമർശകര് പെനാൽറ്റി കിട്ടിയാൽ അർജന്റീനയ്ക്ക് ജയിക്കാൻ പറ്റുള്ളൂ, പെനാൽറ്റി ഉണ്ടെങ്കിലേ മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട് 2 കിടിലൻ ബാങ്കർ ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മൂന്നാമത്തെ ഗോളും തേച്ച് മെസ്സി ഹാട്രിക് പൂർത്തിയാക്കിയപ്പോ അർജന്റീന ഫാൻസിന്റെ മനസ്സൊക്കെ കുളിര് കോരെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ കടന്നുപോയത്. പുലർച്ചെ ഇരുന്ന് കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് കളി കണ്ടവർക്കൊക്കെ മുതലായി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാല് അത്ര രസമായിട്ടാണ് അർജന്റീന കളിക്കേണ്ടത്. ചില സമയത്തൊക്കെ ചിലവർക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാവും ഫാൻസുകാർക്ക്. പക്ഷെ ലയണൽ സ്കോളോണി എന്ന് പറയുന്ന ആ ഒരു തന്ത്രശാലിയായ, എന്താണ് അൾജീരിയക്കെതിരെ കളിക്കേണ്ടതെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. ആൾ അതിനനുസരിച്ചുള്ള കളി തന്നെയാണ് എടുത്തത്. ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ ഗോളിൽ മുന്നോട്ട് പോയപ്പോൾ ഇനി ഗോളുകൾ അടിക്കില്ല എന്ന് വെച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ, അതിൻ്റെ അവിടെ ഒരുപാട് റെക്കോർഡുകൾ, മെസ്സിയുടെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോള് അടിച്ച ഇന്നത്തെ ഈ ഹാട്രിക്കോട് കൂടിയിട്ട് ഒരുപിടി റെക്കോർഡുകളാണ് തന്റെ കരിയറിൽ വീണ്ടും തന്റെ പേരിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ടീമിന് വേണ്ടിയിട്ടും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്ന 16 ഗോൾ എന്ന ജർമ്മൻകാരനായ ക്ലോസയുടെ റെക്കോർഡിനെ പോറ്റി നിൽക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ബാക്കി അല്ലെങ്കിൽ ഈ മൂന്നിലൊന്നല്ല, അതിന്റെ മുകളിൽ പോയെന്നെ. സെരിന്ദൻ സിദ്ധാന്റെ ലൂക്കാ സിദ്ധാൻ എന്ന് പറയുന്ന മകൻ അൾജീരിയക്ക് വേണ്ടി ഗോൾ വരെ കാക്കുമ്പോൾ 3 ഗോളുകളാണ്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും, അച്ഛാ ഞാൻ ആദ്യ കളിയിൽ തന്നെ, വേൾഡ് കപ്പിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 3 ഗോളാണ് വഴങ്ങിയത്. അപ്പൊ അച്ഛൻ പറയും, നീ വഴങ്ങിയ ഗോളുകൾ അടിച്ചത് നിസാരക്കാരല്ല, ലോകം കണ്ട ഏറ്റവും വലിയ കളിക്കാരനാണ്. അപ്പോ ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് ചിലപ്പോൾ പറയും സിദ്ധാൻ. എന്താ പറഞ്ഞാൽ സിദ്ധാനും അറിയാം ലയണൽ മെസ്സിയുടെ ആ ഒരു കളി മികവ്. അങ്ങനെ 3 ഗോളിന് വിജയിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ അർജന്റീന ഫാൻസ് ആ പുലർച്ചെ ഇരുന്ന് ഉറക്കമൊഴിച്ചിരുന്ന് കളി കണ്ടതിന് ശരിക്കും മുതലായി തന്നെ പറയാം. അതിന്റെ കൂടെ ഇമാതിരി റെക്കോർഡുകൾ, അങ്ങനെ ക്ലോസയുടെ 16 ഗോളുകൾ എന്ന റെക്കോർഡിനെപ്പോൾ എത്തിയിരിക്കുകയാണ്. റൊണാൾഡോ നസാരിയോടെ റെക്കോർഡ് തകർത്തു. എന്നിട്ട് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. റൊണാൾഡോ നസാരിയെ പോലൊരു കളിക്കാരന്റെ കൂടെ ഉപമിക്കുന്നതിൽ എന്താ പറഞ്ഞാല്, ആൾ എന്നിട്ട് പോലും ഇത്രയും ലോകത്തിന്റെ ഇത്രയും വലിയൊരു കളിക്കാരനാണ്, എന്നിട്ട് പോലും ആൾക്ക് ഈ ലോകത്തിന്റെ ഈ ഗോൾ ഇതില് മുൻപന്തിയിൽ എത്താൻ പറ്റിയില്ല എന്നുള്ള. അപ്പോ ഇതിനൊന്നും കാര്യമില്ല എന്നാണ് മെസ്സി പറയുന്നത്. എമ്മാതിരി കളിയും കളിച്ചിട്ട് എമ്മാതിരി ഗോളും അടിച്ചിട്ട് ചങ്ങായി പറയുന്നതാണ് ഇതൊന്നും ഒരു കാര്യമല്ലാന്ന്. പിന്നെയും കുറെ റെക്കോർഡുകൾ. അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗോൾ അടിച്ച താരവും മെസ്സി ആയിരുന്നു. ഏറ്റവും പ്രായമേറിയ താരത്തിൽ അടിച്ച ഗോളും മെസ്സിയുടേതായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരു കളിക്കാരന്റെ ഹാട്രിക്, അതും മെസ്സിയുടെ പേരിലാണ്. പിന്നെ ലോകകപ്പിൽ ഒരു പ്ലെയറുടെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ, പെലെയുടെ റെക്കോർഡും തകർത്തിരിക്കുകയാണ്. എന്റെ പൊന്നോ, ഇനിയും ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഇനി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അമ്മാതിരി കളിയായിരുന്നു. എന്താ പറഞ്ഞാൽ കോരിത്തരിപ്പിക്കാന്നറിയില്ലേ, കോരിത്തരിപ്പിക്കാന്നറിയില്ല. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കണ്ടത് ആദ്യ മത്സരം പരാജയപ്പെട്ട് കപ്പ് സ്വന്തമാക്കുന്ന ഒരു അർജന്റീന ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആദ്യ മത്സരം ഗംഭീര വിജയം നേടി കപ്പ് നേടുന്ന ഒരു അർജന്റീന ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചോളൂ. അതിന്റെ വരവാണ് ഈ ഒരു 3 ഗോളിന്റെ വിജയം. അമ്മാതിരി കളിയും, എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ഡൊമിനേഷൻ എന്ന് പറയില്ല, അതാണ് നടന്നിരിക്കുന്നത്. എന്താ പറയുക, അൾജീരിയ ഒരു ഒന്നോ രണ്ടോ ചാൻസുകളാണ്. കളി തുടങ്ങിയപ്പോൾ തന്നെ മെസ്സിയുടെ ആദ്യ ഗോൾ ഓഫ് സൈഡ്. സൗദിയിലേക്ക് ശരിക്കും പോയി, കഴിഞ്ഞ വേൾഡ് കപ്പ് സൗദിയിലേക്ക് പോയി. നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് കളിയാണ്, പക്ഷെ പെട്ടെന്ന് ഒരു ഗോൾ അടിച്ച് ഓഫ് സൈഡ് അടിക്കുന്നു, അടുത്ത് അൾജീരിയ ഗോൾ അടിക്കുന്നു, സെലിബ്രേഷൻ ചെയ്യുന്നു. അപ്പൊ കുറെ ഗ്രൂപ്പുകളിൽ കുറെ ബ്രസീൽ ഫാൻസുകാരൊക്കെ വന്നിട്ട്, ഓ ദാ വേൾഡ് ചാമ്പ്യന്മാര് ഗോൾ വാങ്ങിച്ചിരിക്കുന്നു എന്നൊക്കെ. കഴിഞ്ഞു, ഓഫ് സൈഡ് വീണ്ടും. വീണ്ടും മണത്തു. ശരിക്കും കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ അതിന്റെ ആ ഒരു ലെവലിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ 2 ടീമുകൾ സൂക്ഷ്മമായിട്ടുള്ള കളികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്താണ് ഒരു ഗോള് 17-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ടും പിന്നെ ഒരു കളി ഉഷാറാവാത്തത്. കളി ഒരു സ്പീഡ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ആ എതിർ ടീമിനനുസരിച്ചുള്ള കളിയായിരുന്നു. പക്ഷെ സ്കോർ ചെയ്യണം ഗോൾ. ഒരു ഗോളിന്റെ പുറകിൽ പോയിട്ട് കാര്യമില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ സെക്കൻഡ് ഹാഫിൽ മോണ്ടിയാലിനെ മാറ്റിയിട്ട് മൊളീനോനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു.
അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ലൗതാറോ മാർട്ടിനസ് അത്ര നല്ല പ്രകടനമായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ഈ രണ്ട് പ്ലേയേഴ്സും അർജന്റീനയുടെ ഭാഗത്ത്, ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു രണ്ട് പ്ലേയേഴ്സിന്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും, കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഇവരെ മാറ്റിയിട്ട് അൽവാരസ് വരികയാണ് കളിയിൽ. അതേപോലെ തന്നെ അൽമാഡനെ മാറ്റിയിട്ട് അതേപോലെ തന്നെ ഗോൺസാലസ് വരികയാണ്. അൽമാഡനെ മാറ്റിയില്ലെങ്കിലും ഓക്കെ ആയിരുന്നു. എന്താ പറഞ്ഞാൽ ഊലിയാൻ ആൽവരസ് വന്നാൽ അൽമാഡ കുറച്ചുകൂടെ ഫ്രീഡായി കളിക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ലൗതാറോ മാർട്ടിനസ് ആ ഒരു ഒറ്റയ്ക്ക് അവിടെ നിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഗോൾ ക്രിയേറ്റിനും അതേപോലെ ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു പടവ് ആൾക്കില്ലെന്ന് പറയാം. ഗോൾ ഉരുട്ടി ഇട്ട് കൊടുത്താലും പോസ്റ്റിനുള്ളിലേക്ക് കയറ്റും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ആ ഒരു കാര്യം സ്ലോ ആയതുകൊണ്ട് സ്കൊളോണി ആ ഒരു മാറ്റം വരുത്തി ആ മാറ്റത്തിന് ഇമ്പാക്ട് ഉണ്ടാവും ചെയ്തു. അതേപോലെ ഡീപോളൊക്കെ കഴിഞ്ഞു, എന്റെ പൊന്നോ നിന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മുന്നിലൂടെ ഇത്ര ഗ്യാപ്പില് ഏഹ് ആ ഒരു പാസ് മെസ്സിക്ക് എത്തുന്നതും മെസ്സി അതെടുത്ത് ഗോൾ അടിക്കുന്നതും എമ്മാതിരി അസിസ്റ്റാണ് ചങ്ങായി ചെയ്തത്. വെറുതെ അല്ല ഈ ചങ്ങായി ബോഡി ഗാർഡ് ആ മെസ്സിയുടെ മനസ്സറിഞ്ഞിട്ടുള്ള ആ അസിസ്റ്റാണ് ആദ്യത്തെ. അതിനുശേഷം ആ ബാറ്റ് ബോക്സിന്റെ വെളിയിൽ നിന്നിട്ട് ഒരു ബാങ്കർ ലുക്കാസ് സിദ്ധാന്റെ ആ ഒരു കയ്യില് തട്ടി തെറിച്ച് ഗോൾ പോസ്റ്റിന്റെ ഉള്ളിൽ ആ വല തുളഞ്ഞ് കയറാണ്. ഇമാതിരി സാധനങ്ങളൊന്നും അങ്ങനെ എടുക്കാത്താണ് ഈ ചങ്ങായി. എമ്മാതിരി ഒരു ബാങ്കർ ഷോട്ടാണ്. ഉഫ്, അത് കണ്ടപ്പോ തന്നെ അങ്ങോട്ട് കുളിര് കോരുക എന്ന് പറയില്ല, അമ്മാതിരി ഒരു ഐറ്റം. പിന്നെ ഈ കിട്ടിയ ഒരു ചാൻസ്, ഹാട്രിക് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ആകെ ലയണൽ മെസ്സിയുടെ അടിയിൽ സേവ് ചെയ്ത് ലുക്കാ സിദ്ധാൻ സേവ് ചെയ്തൊരു കിക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ വരവറിയിച്ചിരിക്കുകയാണ്. അപ്പോ അർജന്റീനയുടെ തോൽവിയും അല്ലെങ്കിൽ സമനിലയും കാത്തിരുന്ന സാമ്പാർ മുന്നണികൾക്കൊക്കെ നല്ലപോലെ ഉറക്കം പോയി എന്നുള്ള കാര്യം ശരി. എന്താ പറഞ്ഞാൽ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല അവര്. ഈ കളിയാന്നുള്ളത് കൊണ്ട് ആ കളി കാണാൻ വേണ്ടി കാത്തിരുന്ന് അലറാം വെച്ച് ഉറക്കം ഒഴിച്ചിരുന്നു. ആദ്യ ഗോൾ അടിച്ചപ്പോ അയ്യോ എമ്മാതിരി ഡയലോഗുകളായിരുന്നു ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വെടുപ്പിന്. അപ്പോ ഈ വേൾഡ് കപ്പും കൊണ്ടേ പോകുന്നുള്ള ഒരു ഇത് തന്നിട്ടാണ് മെസ്സിയും സംഘവും ഇവിടുന്ന് ഇന്ന് ആ ഫൈനലിസ്റ്റ് മുങ്ങിയപ്പോ പോയത്. ആ ഒരു കിടിലൻ ഗോൾ അടിച്ചിട്ട് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് നടന്നു വരുമ്പോ മെസ്സിയുടെ കണ്ണുനീര് ഇങ്ങനെ പൊടിയുണ്ടായിരുന്നു. അപ്പോ ഇന്റർവ്യൂല് ഇത് മാൻ ഓഫ് ദി മാച്ച് കൊടുത്ത ശേഷം ഇന്റർവ്യൂ ചോദിക്കണ്ടായിരുന്നു, ആ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കണ്ടായിരുന്നു എന്താണ് കരഞ്ഞതെന്ന്, നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ നല്ല കുറെ ദിവസങ്ങളെല്ലാം അതിലൂടെ എല്ലാം ഞാൻ കടന്നു പോയത്. അപ്പോൾ എനിക്ക് ചുറ്റും എന്റെ പ്ലേയേഴ്സ് ഒരു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഏഹ് അപ്പോ അത് വല്ലാത്തൊരു ഇമോഷണലാണ്. ആ ഒരു ടീം അതന്നെയാണ് അർജന്റീന എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു കുടുംബം പോലെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അതന്നെയാണ് അർജന്റീനയെ കഴിഞ്ഞ വേൾഡ് കപ്പ് എടുക്കാനും ഈ ഒരു വേൾഡ് കപ്പ് എടുക്കുന്നുള്ള ആ ഒരു ഇതിലേക്കും എത്തിക്കുന്നുള്ള ആ സ്കൊളോണിയുടെ ആ ഒരു ടാക്ടിക്സ് തന്നെയാണ് ഏറ്റവും വലുത്. കളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ മാറ്റുന്നത് കഴിഞ്ഞ് ലയണൽ മെസ്സിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ സ്റ്റേഡിയത്തിലും കണ്ണുനീര് പൊഴിയുണ്ടായിരുന്നു ഒരുപാട് ആരാധകർ. എന്താന്ന് പറഞ്ഞാല് ഈ ചങ്ങായിയുടെ കളി ഇനി നമുക്ക് ഇത്ര ദൂരം കാണാൻ പറ്റും. ഏകദേശം 7-8 മത്സരങ്ങള്. അതോടുകൂടിയിട്ട് ഇനി ഈ പുൽമൈതാനങ്ങളെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വെള്ളയും നിലയും അണിഞ്ഞ് ഈ കുറുകിയ മനുഷ്യനെ കാണാൻ പറ്റില്ല എന്നുള്ള ഭയങ്കര സങ്കടമുണ്ട്. അത് എല്ലാ അർജന്റീനക്കാരെ പോലെയും നമുക്കുള്ള കാര്യം തന്നെയാണ്. അതും ആ ഒരു കണ്ണുനീരിന് സാക്ഷിയായിരിക്കുകയാണ് ആ ഒരു സ്റ്റേഡിയം. ലയണൽ മെസ്സി തന്റെ 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളും 8 അസിസ്റ്റുകളടക്കം 24 ഗോൾ കോൺട്രിബ്യൂഷനാണ് ചങ്ങായി നേടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് വലിയൊരു റെക്കോർഡ്. അപ്പോ ഇനി മെസ്സിയുടെ എത്ര ഗോളുകളായിരിക്കും ഈ വേൾഡ് കപ്പിന്? അതും ഇന്നലെ രാത്രിയാണ് ഒരു ചങ്ങായി, ഒരു 26-കാരൻ ഒരു റെക്കോർഡ് ഇട്ടത്. ഏഹ് രണ്ടാം സ്ഥാനത്തിലേക്ക് കയറിയ ക്ലോസയുടെ തൊട്ട് പുറകിൽ 14 ഗോളായിട്ട് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ ഇട്ട റെക്കോർഡ് ഒരൊറ്റ രാത്രി കൊണ്ട് റൊസാരിയോയും അതേപോലെ തന്നെ എംബാപ്പയും മറികടന്ന് ക്ലോസയ്ക്ക് അപ്പുറത്ത് നിൽക്കുകയാണ്. കുറച്ചേരം കൂടി കളിച്ചിരുന്നെങ്കിൽ ആ റെക്കോർഡ് അങ്ങോട്ട് ടോപ്പിലെത്തി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതിന് സ്കൊളോണി അവസരം കൊടുത്തില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചങ്ങായിക്കറിയാം ഈ ഒരു 3 ഗോളൊക്കെ ധാരാളമാണ് മെസ്സി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളുണ്ട്, പരിക്കും കാര്യങ്ങളൊന്നും പറ്റാതെ ആൾക്ക് റെസ്റ്റ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ആയിട്ടാണ് അർജന്റീന കളിക്കുന്നത്. ഓരോ പാസുകളും അതേപോലെ തന്നെ അൾജീരിയക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊന്നും കണ്ടിട്ടുണ്ടായി. സെക്കൻഡ് ഹാഫിലാണ് അവർക്ക് കുറച്ച് ബോളുകൾ കൊടുത്ത് അവരെ കൊണ്ട് കളിപ്പിക്കുന്നു. അതിനുശേഷം എമ്മാതിരി പാസുകളാണ് അത്. ഓരോ പാസുകൾ എത്ര പെട്ടെന്നാണ് ഓരോ ടീമുകൾ അവരുടെ മനസ്സറിഞ്ഞിട്ട് പാസുകൾ കൊടുക്കുന്നത്. മാക്കലിസ്റ്റർ ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തൊട്ട് അപ്പുറത്ത് ഡീപോൾ എത്തുന്നു. ഡീപോളിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിലേക്ക്, അതിൽ നിന്ന് അൽമാഡയിലേക്ക്, അൽമാഡയിൽ നിന്ന് മെസ്സിയിലേക്ക്, മെസ്സിയിൽ നിന്ന് ലൗതാറോ മാർട്ടിനസിലേക്ക്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഡിബു അവിടെ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. ആകെ ഒന്നോ രണ്ടോ അറ്റംപ്റ്റാണ് ആ ഭാഗത്ത് വന്നത്. അതും സുന്ദരമായിട്ട് ആള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗോൾ വീണപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം അങ്ങോട്ട് എന്താ പറയാ ഒന്ന് തീ ഇങ്ങനെ ആളി കത്തുക എന്ന് പറയില്ല, അതേപോലെ ഒരു സ്പാർക്ക് ഇങ്ങോട്ട് വന്നു. പക്ഷെ
ഓഫ് സൈഡ് കിട്ടിയപ്പോഴാണ് ആ ഒരു സമാധാനം. എന്തായാലും തിരിച്ചടിക്കുന്നറിയാം. ആ ഒരു ഫസ്റ്റ് ഗോൾ കിട്ടിയാലും തിരിച്ച് 1 2 3 അടിക്കുന്നു. ഞാൻ ഈ കളിക്ക് മുന്നുള്ള പ്രഡിക്ഷനിൽ പറഞ്ഞതാ റൈഹാന്റെ കൂടെ 3-1 അർജന്റീന ജയിക്കാന്ന്. ഭാഗ്യത്തിന് ക്ലീൻ ഷീറ്റ് തന്നെ കിട്ടി. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് കടന്നാല് 9 ഷോട്ടുകളാണ് അർജന്റീന എടുത്തിട്ടുള്ളത്. അതിൽ 6 ഓൺ ടാർജറ്റിലേക്ക് എന്നുള്ളതാണ്. അതിൽ 3 ഗോളാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അൾജീരിയയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 6 ഷോട്ടുകൾ, അതിൽ ഒരെണ്ണം പോലും ഓൺ ടാർജറ്റിലേക്കില്ല. 47% പൊസിഷൻ ഉണ്ടായിരുന്നു. അൾജീരിയ 53% പൊസിഷൻ ഉണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം അൾജീരിയന്റെ കയ്യിൽ ബോൾ കൊടുത്ത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അൾജീരിയ പല വഴിക്ക് ആ പെനൽറ്റി ബോക്സിനുള്ളിൽ കയറാൻ നോക്കിയിട്ടുണ്ട്. അർജന്റീന ഡിഫൻസ് കട്ടുകട്ടിയായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് മാക്കലിസ്റ്ററും ഡീപോളും എൻസോ ഫെർണാണ്ടസ് എന്ന ആ ഒരു മിഡ് തന്നെയാണ് ഇവരെ ഉള്ളിലോട്ട് വിടാതെ പിടിച്ചു നിർത്തിയത്. അതാണ് ശൈലി നോക്കിക്കഴിഞ്ഞാൽ 4-4-2 അതിൽ അൽമാഡ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നിക്കോളാസ് ആയിക്കോട്ടെ, ഇവര് കളിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഡിഫൻസ് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അൾജീരിയ അനങ്ങാൻ വിട്ടിട്ടില്ല എന്ന് പറയാം. ഇനിയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ജോർദാനും ഓസ്ട്രിയയാണ്. അപ്പൊ എന്തായാലും അതെല്ലാം വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോവുക. 555 പാസുകൾ അർജന്റീന കംപ്ലീറ്റ് ചെയ്തപ്പോൾ 538 പാസുകൾ അൾജീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം കളി കണ്ടു കഴിഞ്ഞാൽ രണ്ട് ടീമുകളുടെയും കളി ഒരേ ശൈലിയിലാണ് പോയിക്കൊണ്ട്, പക്ഷെ ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു പെനാൾട്ടി ബോക്സിനുള്ളിലേക്ക് പാസ് പോകാനോ അവിടെ നിന്ന് കിക്ക് എടുത്ത് ഗോളാക്കി മാറ്റാനുള്ള പ്രഗത്ഭരായ താരങ്ങൾ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. 90% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു, 93% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു. ഫൗളുകൾ നോക്കുകയാണെങ്കിൽ അർജന്റീന 12ഉം അൾജീരിയക്ക് 8ഉം ഉണ്ടായിരുന്നു. 3 ഓഫ് സൈഡും 1 ഓഫ് സൈഡും. കോർണേഴ്സ് ആണ് രണ്ട് ടീമിനും ഈ 2 കോർണേഴ്സ് കിട്ടിയിട്ടുള്ളത്. കളി ഇങ്ങനെ പതുക്കെ അയഞ്ഞ് ആസ്വദിച്ച് കളിക്കാന്ന് പറയില്ല. അർജന്റീനയുടെ ഓരോ പ്ലേയേഴ്സും ഒരു ഫ്രണ്ട്ലി മാച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന ലാഘവത്തോടെയാണ് കളിച്ചത്. അപ്പോൾ മെസ്സിയും പിള്ളേരും വരവറിച്ചിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് നേടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അർജന്റീന ഫാൻസായ ചങ്ങായിമാർക്ക് ഇത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.